മൃതദേഹം ഇതുവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് സമീപമാണ്. ഇവിടെ MLA മാരായ എൽദോ ആൻ്റണി, അതോടൊപ്പം തന്നെ ദേവികുളം MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, വനംവകുപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് മൃതദേഹം ഇപ്പോൾ ബലപ്രയോഗത്തിലൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഇതുവരെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്ന നിലപാടിലാണ് ഇടത് MLA-മാരും മറ്റു ജനപ്രതിനിധികളും ഉള്ളത്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ഉള്ളത്. തൽക്കാലം ഈ താലൂക്ക് ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. ഈ ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ആശുപത്രിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മൃതദേഹം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഈ ആശുപത്രി അധികൃതർ, ആശുപത്രി സൂപ്രണ്ട് തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ പോലീസ് ഒരു ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ സമരക്കാരുടെ കസ്റ്റഡിയിൽ നിന്ന് ആ മൃതദേഹം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടില്ല. അത് പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്തേക്ക് മൃതദേഹം മാറ്റിയിരിക്കുക. എന്തായാലും ഒരു പ്രതിഷേധ സാധ്യത ഇവിടെ പോലീസ് കാണുന്നുണ്ട്. കനത്ത സുരക്ഷയാണ് ഈ ആശുപത്രി മോർച്ചറി പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. അടുത്ത ബന്ധുക്കളല്ലാത്തവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റ് പ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അടക്കമുള്ള പ്രവർത്തകർ ഇങ്ങോട്ട് എത്താതിരിക്കാനുള്ള മുൻകരുതൽ കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു 15 മിനിറ്റിലധികം സമയത്തിന് മുമ്പാണ് മൃതദേഹം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല. അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൃതദേഹം കൈമാറും. അതിനുശേഷം ഇത് സംബന്ധിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ചയാകാം എന്ന നിലപാടിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ള അധികൃതരുള്ളത്.